Hi students, welcome back to the lecture. We were dealing with endogenous growth theory, models and policy implications, in which we had already completed Arrow model and Romer model, and now we will be dealing with Lucas model. So without much delay, let's move on to the topic Lucas model. Okay. Uzawa developed an endogenous growth model based on investment in human capital, which was used by Lucas. ലൂക്കാസ് യൂസ് ചെയ്തിരിക്കുന്നത് ഉസാവ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലിനെയാണ്. സോ അതിനകത്ത് എന്താണ് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉസാവ പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് ഇവിടെ ലൂക്കാസ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൂക്ക അസ്യൂംസ് that investment on education leads to the production of human capital, which is a crucial determinant in the growth process. Growth processന് ഒരു crucial determinant ആണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. സോ അതാണ് അദ്ദേഹം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഉസാവയാണ് ആദ്യമായിട്ട് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതാണ് ലൂക്കാസിന്റെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ലൂക്ക അസ്യൂം ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് പ്രൊഡക്ഷൻ ആകും? ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പ്രൊഡക്ഷൻ ആകും. അത് ഗ്രോത്ത് പ്രോസസ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനന്റ് ആയിട്ട് നിൽക്കുന്നു. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ലൂക്ക അസ്യൂം ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് അത് ഗ്രോത്തിന് സഹായിക്കുമെന്നാണ് ലൂക്കാസ് മോഡൽ പറയുന്നത്. ആൻഡ് ഹി മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇന്റേണൽ എഫക്ട്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ വെയർ ദ ഇൻഡിവിജ്വൽ വർക്കർ undergoing training becomes more productive, and external factor which is spillover and increase the productivity of capital and other workers in the economy. So അദ്ദേഹം ഇന്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലും എക്സ്റ്റേണൽ എഫക്റ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലും നോക്കിയിട്ടുണ്ട്. ഇന്റേണൽ എഫക്റ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ എന്താണ് ട്രെയിനിങ്ങിന് അണ്ടർഗോ ചെയ്തിട്ട് അദ്ദേഹം കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ഏർപ്പെട്ട് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റിയിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നു. എക്സ്റ്റേണൽ എഫക്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പിൽ ഓവർ ആണ്. അതായത് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് അതർ വർക്കേഴ്സ് ഇൻ ദ ഇക്കോണമി. അതായത് ഒരു വർക്കർ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല, മറ്റ് സ്പിൽ ഓവർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ചിതറാണ്. സോ എന്താ വാട്ട് ഹാപ്പൻ ഇസ് മറ്റ് വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇന്റേണൽ ഫാക്ടർ ആ ലേബർ തന്നെ പ്രൊഡക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ റാദർ ദാൻ ഫിസിക്കൽ ക്യാപിറ്റൽ ദാറ്റ് ഹാവ് സ്പിൽ ഓവർ എഫക്ട് ദാറ്റ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് ടെക്നോളജി. സോ ടെക്നോളജിയുടെ ലെവൽ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റലിലല്ല കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, മറിച്ച് ഹ്യൂമൻ ക്യാപിറ്റലിലാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. Thus the output of a firm can take the form yi is equal to a of ki into hi into h raised to e. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹ്യൂമൻ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഫോർമുലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഇതിൽ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ കോഎഫിഷ്യന്റ് ആണ്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ കോഎഫിഷ്യന്റ് ആണ്. കെ ഐയും എച്ച് ഐയും എന്താണ്? ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ഫേം ടു പ്രൊഡ്യൂസ് ഗുഡ്സ്. അതായത് YI എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതിന് ഉപയോഗിക്കുന്ന ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലുമാണ് നമ്മൾ KI എന്നും HI എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് H എന്ന് പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എക്കോണമിയുടെ ആവറേജ് ലെവൽ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലിനെയാണ് കാണിക്കുന്നത്. H എന്ന് പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എക്കോണമിയുടെ ആവറേജ് ലെവൽ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആയിരിക്കും കാണിക്കുന്നത്. സോ ദ പാരാമീറ്റർ E represents the strength of the external effects of human capital to each firm's productivity. അതായത് HE എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈസ് ടു E എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതെന്താണ് കാണിക്കുന്നത്? ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സ്ട്രെങ്ത് ആൻഡ് എക്സ്റ്റേണൽ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ലൂക്കയുടെ മോഡലിൽ ഓരോ ഫേമും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഫേസ് ചെയ്തിരിക്കുന്നത്. വൈൽ ദെയർ ആർ ഇൻക്രീസിംഗ് റിട്ടേൺസ് ഫോർ ദ ഹോൾ എക്കോണമി. അതായത് ഹോൾ എക്കോണമിയിൽ ഒരു ഇൻക്രീസിംഗ് റിട്ടേൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഓരോ ഫേമിനും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫർദർ ലേണിംഗ് ബൈ ഡൂയിങ് ഓർ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് സ്പിൽ ഓവർ എഫക്ട്സ് ഇൻവോൾവ് ഹ്യൂമൻ ക്യാപിറ്റൽ. സോ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നു? ലേണിംഗ് ബൈ ഡൂയിങ്, അതുപോലെ ഓൺ ജോബ് ട്രെയിനിങ് ആൻഡ് സ്പിൽ ഓവർ എഫക്ട്സ്. ഓക്കെ, ഈച്ച് ഫേം ബെനിഫിറ്റ്സ് ഫ്രം ദ ആവറേജ് ലെവൽ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ ദ ഇക്കോണമി. എക്കോണമിയിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ആവറേജ് കൊണ്ട് തന്നെ ഓരോ ഫേമും ബെനിഫിറ്റ് ആകുന്നുണ്ട്. റാദർ ദാൻ
ഫ്രം ദ അഗ്രിഗേറ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഹോൾ ഹ്യൂമൻ ക്യാപിറ്റലിൽ നിന്നുമല്ല, ഒരു ആവറേജ് ലെവൽ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലിൽ നിന്ന് തന്നെ ഓരോ ഫേമും ബെനിഫിറ്റഡ് ആവുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Thus, it is not the accumulated knowledge or experience of other firms, but the average level of skills and knowledge in the economy that are crucial for economic growth. So, ലൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം അച്ചീവ് ചെയ്യുന്നത് എന്താണ്, എക്സിസ്റ്റിംഗ് നോളജോ എക്സ്പീരിയൻസോ ഒരു ഫേമിൻ്റെ നോളജോ എക്സ്പീരിയൻസോ ബേസ് ചെയ്തിട്ടല്ല, മറിച്ച് ഒരു എക്കോണമിയിലുള്ള ആവറേജ് സ്കിൽസും അതുപോലെ തന്നെ അത് പ്രൊഡക്റ്റീവ് ആക്കാനുള്ള കപ്പാസിറ്റീനെയും ബേസ് ചെയ്തിട്ടാണ് എക്കണോമിക് ഗ്രോത്ത് ഇരിക്കുന്നത്. അതായത് ഹ്യൂമൻ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ സ്കിൽസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി പവർ, അതൊക്കെയാണ് പ്രധാനമായിട്ടും എക്കണോമിക് ഗ്രോത്തിന് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു മോഡലിൽ ടെക്നോളജി ഈസ് എൻഡോജീനിയസ്ലി പ്രൊവൈഡഡ് ആസ് ദ സൈഡ് എഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ബൈ ഫേംസ്. ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ടെക്നോളജി ഇവിടെ എൻഡോജീനിയസ്ലി പറയുന്നത്. ടെക്നോളജി ഈസ് ക്രിയേറ്റഡ് ആസ് എ പബ്ലിക് ഗുഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇറ്റ്സ് യൂസേഴ്സ്. അതായത് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ടെക്നോളജി ഒരു പബ്ലിക് ഗുഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആസ് എ റിസൾട്ട് ഫേം ക്യാൻ ബി ട്രീറ്റഡ് ആസ് പ്രൈസ് ടേക്കേഴ്സ് ആൻഡ് ദെയർ ക്യാൻ ബി ഇക്വിലിബ്രിയം വിത്ത് മെനി ഫേംസ് ആസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സോ എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഈ ഒരു കാരണം കൊണ്ട് തന്നെ, അതായത് ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് യൂസേഴ്സിന്റെ കണ്ണിൽ ഒരു പബ്ലിക് ഗുഡ് ആയതുകൊണ്ട് തന്നെ ഫേംസിന് പ്രൈസ് ടേക്കേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഫേംസ് പ്രൈസ് ടേക്കേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ ഒരു ഇക്വിലിബ്രിയം ഫേംസിന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഇവിടെ നമ്മൾ ടെക്നോളജി ഒരു എൻഡോജീനിയസ് ഫാക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ് എൻഡോജീനിയസ് ഫാക്ടർ ആകുന്നത്? ഓക്കെ, അത് ഒരു ഫേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നടത്തുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ടെക്നോളജീനെ അവർ കാണുന്നത്. സോ അത് എൻഡോജീനിയസ്ലി പ്രൊവൈഡഡ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.